ഹനാൻ ഷാ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മലപ്പുറം സ്വദേശിയാണ്. ഒരു പാട്ടുകാരൻ കൂടിയാണ്. ആ ചെറുപ്പക്കാരൻ്റെ പാട്ട് കേൾക്കാൻ, ആ ചെറുപ്പക്കാരൻ പാട്ടുപാടുന്ന പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടി നിരവധി ആളുകൾ തടിച്ചുകൂടാറുണ്ട്. ആ തടിച്ചുകൂടുന്നവരിൽ അധികവും കാണാൻ കഴിയുന്നത് കുട്ടികളാണ്, കൊച്ചുകുട്ടികൾ. ഹനാൻ ഷാ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പങ്കെടുക്കുന്ന പരിപാടികളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ കാഴ്ചകളൊക്കെ. ഇനി പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കേട്ട് കാണും, ഹനാൻ ഷാ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടത്തിയ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളൊക്കെ. കാസർഗോഡ് കഴിഞ്ഞ ദിവസം ഒരു പരിപാടി സംഘടിപ്പിച്ചു. ഈ ഹനാൻ ഷാ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിക്കിടെ വലിയൊരു തിക്കും തിരക്കും അനുഭവപ്പെട്ടു. ആ തിക്കും തിരക്കും കാരണം വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കുറേ ആളുകൾ കുഴഞ്ഞു വീഴുകയും അവസാനം പോലീസ് ഇടപെടുകയും അവിടെയുള്ള ആളുകളെ ലാത്തി കൊണ്ടടിച്ച് ഓടിപ്പിക്കുന്ന കാഴ്ച ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങളിലൂടെ നിങ്ങളെല്ലാവരും കണ്ടു കാണും. യൂട്യൂബ് പോളിസിക്കെതിരായതുകൊണ്ട് ഞാൻ എന്തായാലും ആ വീഡിയോ കാണിക്കുന്നില്ല. അതിൽ പോലീസുകാരെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം വലിയൊരു അപകടം മുന്നിൽ കാണുമ്പോൾ പോലീസുകാർക്ക് അതല്ലാതെ വേറൊരു മാർഗമില്ല. അത്തരത്തിൽ ആ പോലീസുകാർ ലാത്തി വീശി ഓടിക്കുമ്പോൾ അവിടെ കൂടുതലും എനിക്ക് കാണാൻ സാധിച്ചത് തട്ടമിട്ട പർദ്ദയിട്ട പെൺകുട്ടികളെയാണ്. നോക്കൂ, നല്ല ഇസ്ലാമികമായ രീതിയിൽ നല്ല പർദ്ദയും തട്ടവും ഒക്കെ ഇട്ടുകൊണ്ടാണ് പെൺകുട്ടികൾ പരിപാടിക്കെത്തുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ബിസ്മി ചൊല്ലിക്കൊണ്ട് കള്ളു കുടിക്കുന്നത് പോലെ. സ്ത്രീകളോട് അവളുടെ ശരീരഭാഗങ്ങൾ മറയ്ക്കാൻ പറഞ്ഞത് പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമാണ്. അത്തരത്തിൽ ദീൻ പഠിപ്പിച്ച രീതിയിൽ വസ്ത്രങ്ങൾ ധരിക്കുകയും മറുവശത്ത് ഹറാമായ മ്യൂസിക്കുകളും പരിപാടികളും കാണാൻ വേണ്ടി ആളുകൾക്കിടയിലേക്ക്, പ്രത്യേകിച്ച് പുരുഷന്മാർക്കിടയിലേക്ക് തിക്കും തിരക്കും കൂട്ടുന്നൊരു പ്രവണത, അതെന്തൊരു പ്രവണതയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത് ബിസ്മി ചൊല്ലിക്കൊണ്ട് കള്ളു കുടിക്കുന്നത് പോലെയെന്ന്. ആ തിക്കിലും തിരക്കിലും പെട്ട് 10-20ഓളം ആളുകൾ കുഴഞ്ഞു വീഴുകയും പരിക്കേൽക്കുകയും അവർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ പരിപാടിക്ക് നടന്ന ചില സംഭവങ്ങളുടെ കാഴ്ചകൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഒരിക്കലും പുറത്തുള്ള ആൾക്കാരെ കണ്ടു വരാൻ പറ്റില്ല. ഒഫീഷ്യലായിട്ട് പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും ദയവായി തിരിച്ചു പോകാം. ആൾക്കാർ വീണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നുണ്ട്. കാസർഗോഡ് ഇന്നിപ്പോ രാവിലെ പാട്ടുകാരൻ വരുന്ന പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോക്കാണ്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള ഇന്നിപ്പാട് ഭാഗത്തേക്ക് ലക്ഷക്കണക്കിന് വാഹനം, ലക്ഷക്കണക്കിന് നോക്കിയോ, ഒരു പാട്ടുകാരന് വേണ്ടിയിട്ടുള്ള ബ്ലോക്ക്. കണ്ട, ഒരു വാഹനം നീങ്ങുന്നില്ല. ഒരു വാഹനം അവിടെ കിട്ടിയിട്ട് പാലക്കാട്ടിൽ പോയിട്ടുള്ളത്. ഇപ്പം ഇതാ കണ്ട, കാസർഗോഡ് ഒഴുകുന്നില്ല. എന്ത് സംഗതി കണ്ടില്ല. ഇതായിരുന്നു അവിടുത്തെ കാഴ്ച. ആ ഹനാൻ ഷാ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണുവാൻ വേണ്ടി അവിടെ നിന്ന് ആളുകൾ തടിച്ചുകൂടുകയാണ്. വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ട്, ശ്വാസം മുട്ടിക്കൊണ്ട് ആ ചെറുപ്പക്കാരനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി അവിടെ നിന്ന് തടിച്ചുകൂടുകയാണ്, ആർത്ത് വിളിക്കുകയാണ്. നോക്കിതാണ് നമ്മുടെ പ്രബുദ്ധരായ മലയാളികൾ. സാക്ഷരത 100% സാക്ഷരതയുള്ള കേരളത്തിലുള്ള കാഴ്ചകളാണിതൊക്കെ. നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ് വിജയ് എന്ന് പറയുന്ന തമിഴ് നടൻ, അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇലക്ഷൻ പ്രചാരണത്തിന് തമിഴ്നാട്ടിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന സമയത്ത് അവിടെ കുറേ ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ടുപോയി. അതിൽ പലരും ആ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരായിരുന്നില്ല. വിജയ് ഒരു നോക്കു കാണാൻ വേണ്ടി ആ തിക്കിലും തിരക്കിലും വന്ന മനുഷ്യരായിരുന്നു അവർ. ആ മരണപ്പെട്ടവരിൽ കൊച്ചുകുട്ടികളുണ്ടായിരുന്നു, ഗർഭിണികളായ സ്ത്രീകളുണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു അത്. ആ വാർത്ത കണ്ടിട്ട് നമ്മുടെ കേരളത്തിലെ മലയാളികൾ അന്ന് ഒന്നടങ്കം, തമിഴ്നാട്ടുകാരെ ഒന്നടങ്കം പുച്ഛിക്കുകയും കളിയാക്കുകയും ചെയ്തു. തമിഴന്മാർ ഇത്രയ്ക്കും മണ്ടന്മാരായിരുന്നോ, ഇവന്മാരെന്തു മണ്ടന്മാരാണെന്നൊക്കെ നിരന്തരമായിക്കൊണ്ട് ആ ഒരു വിഷയത്തിൽ പ്രതികരിച്ചു. ഇന്നിതാ കേരളത്തിൽ, നമ്മുടെ കാസർഗോഡിൽ ഇത്തരത്തിൽ ഹനാൻ ഷാ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കാണുവാൻ വേണ്ടി തിക്കിലും തിരക്കിലും പെട്ട് കുഴഞ്ഞു വീണുകൊണ്ട് 10-20ഓളം ആളുകൾ ആശുപത്രിയിൽ കിടക്കുകയാണ്. നോക്കൂ, കുറച്ചെങ്കിലും ബുദ്ധിയും വിവേകവും ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരം പരിപാടികൾക്ക് ഈ മനുഷ്യന്മാർ വരുമായിരുന്നു. ബുദ്ധിയുള്ളവൻ, യുക്തിയുള്ളവൻ ഒരിക്കലും കടന്നു വരില്ല. നോക്കി, പറയപ്പെടുന്ന ഹനാൻ ഷാ ആകട്ടെ, വിജയാകട്ടെ, ആരുമായിക്കൊള്ളട്ടെ, എടോ, ഇവന്മാരെല്ലാവരും നമ്മളെപ്പോലെ പച്ചയായ മനുഷ്യന്മാരാണ്. അവരും തമ്മിൽ നമുക്ക് എന്ത് പ്രത്യേകതയാണുള്ളത്? മനുഷ്യന്മാരാണ് എല്ലാവരും. നമ്മളുടെ ശരീരത്തിലോടുന്ന രക്തം തന്നെയാണ് അവരുടെ ശരീരത്തിലും ഓടുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് അവരും കഴിക്കുന്നത്. ഈ പറയപ്പെടുന്ന വിജയാകട്ടെ, അതോടൊപ്പം ഹനാൻ ഷാ ആകട്ടെ, ആരാകട്ടെ, അവരെ നേരിട്ട് കണ്ടു എന്ന് കരുതി നിങ്ങൾക്ക് എന്ത് സംതൃപ്തിയാണ് ഉണ്ടാകാൻ പോകുന്നത്? നിങ്ങൾക്ക് എന്ത് ഗുണമാണ്, നിങ്ങൾക്ക് എന്ത് ഉപകാരമാണ് ഉണ്ടാകാൻ പോകുന്നത്? നിങ്ങൾക്കോ നിങ്ങളുടെ സമുദായത്തിനോ നിങ്ങളുടെ കുടുംബത്തിനോ യാതൊരുവിധ ഗുണവും പോലുമില്ല. എന്നിട്ട് കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് ശ്വാസം മുട്ടി ആരോഗ്യം കളഞ്ഞ തിക്കിലും തിരക്കിലും പെട്ട് ഇത്രയധികം കഷ്ടപ്പെട്ട് ഇവരെ കാണാൻ വേണ്ടി പോകുന്ന ആ മനുഷ്യന്മാരെ എന്താണ് പറയേണ്ടത്? നോക്കൂ, കുറച്ച് നാളുകൾക്ക് മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, മെസ്സി എന്ന് പറയുന്ന അർജന്റീനയിലെ ഫുട്ബോൾ താരം അദ്ദേഹത്തിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി റിപ്പോർട്ടർ ചാനലും അതോടൊപ്പം
കേരള ഗവൺമെൻറ്റുമൊക്കെ പല രീതിയിലുള്ള പല ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇന്ന് വരും, നാളെ വരും, അടുത്ത വർഷം വരും, അന്നങ്ങനെ നീണ്ടു പോകുന്നു എന്നല്ലാതെ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു രൂപരേഖ ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇനി എങ്ങാനും മെസ്സി ഞാനിവിടെ വരാം, കേരളത്തിൽ കളിക്കാൻ ഞാൻ തയ്യാറാകുന്നുവെന്ന് പറഞ്ഞാൽ പോലും ദയവ് ചെയ്ത് മെസ്സിയെ ഈ കേരളത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുക. ഇങ്ങിട്ടാവട്ടത്ത് കേരളത്തിലെ മലപ്പുറത്തുള്ള ഹനാൻഷ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ കാണാൻ ഇത്രയധികം ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്നുവെങ്കിൽ മെസ്സിയെ കാണുവാൻ വേണ്ടി എന്തുമാത്രം തിക്കും തിരക്കുമുണ്ടാകും. അതിലൂടെ വലിയൊരു ദുരന്തം, വലിയൊരു അപകടം നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് മെസ്സിയെ ഈ നാട്ടിൽ, കേരളത്തിൽ കൊണ്ടുവരാതിരിക്കുക. നോക്കൂ, നിങ്ങളെയും കാത്ത് നിങ്ങളുടെ മാതാപിതാക്കൾ വീട്ടിലിരിപ്പുണ്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിതർ, സുഹൃത്തുക്കൾ ഇരിപ്പുണ്ട്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുണ്ട്. അവരെക്കുറിച്ചെങ്കിലും അല്പം ചിന്തിക്കേണ്ടതുണ്ട്. വല്ലവനും വേണ്ടി ഇല്ലാതാക്കി കളയാനുള്ളതല്ല നിങ്ങളുടെ വിലപ്പെട്ട ജീവിതം. നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി ഗുണമുണ്ടാകുന്ന തരത്തിൽ അത്തരത്തിലുള്ള ജീവിതമാണ് നിങ്ങളെല്ലാവരും ജീവിക്കേണ്ടത്. അല്ലാതെ മറ്റൊരുത്തിന് വേണ്ടി ഇല്ലാതാക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം എന്നുള്ളത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, ഈ കാസർഗോഡുള്ള ഒരു സഹോദരൻ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. ഞാനൊന്ന് വായിക്കാം. 3000 പേർക്ക് കഷ്ടിച്ച് ഒരുമിച്ച് കൂടാൻ സാധിക്കുന്ന ഇടത്താണ് ഇവന്മാർ 10,000-കണക്കിന് ടിക്കറ്റ് വിറ്റത്. ആള് കൂടിയതിനല്ല അടി കൊടുക്കേണ്ടത്, നിയന്ത്രണ വിധേയമായി ആളെ കൂട്ടിയതിനാണ്. സംഘാടകരെ പിടിച്ച് ജയിലിലിടണം. ഇത് നിയമപരമായ അനുമതി നേടിയിട്ടില്ലെങ്കിൽ ജാമ്യം പോലും പിന്നെ നൽകരുത്. ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘാടകരിൽ വലിയ രീതിയിലുള്ള ഒരു കുറ്റമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് വെറും 3000 പേരെ മാത്രം സംഘടിപ്പിക്കേണ്ട ഒരു പരിപാടി, ആ പരിപാടിയിലേക്ക് അതിലധികം ടിക്കറ്റ് വിറ്റുകൊണ്ട്, ഏകദേശം 10,000-കണക്കിന് ടിക്കറ്റ് വിറ്റുകൊണ്ട് അതിലേക്ക് ആളുകളെ കൂട്ടുകയും അതിലൂടെ പൈസ സ്വരൂപിക്കുകയും പിന്നീട് ആൾ കൂടിയപ്പോൾ അത് തിക്കും തിരക്കുമായി മാറുകയും അത് അപകടത്തിലേക്ക്, മരണത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ ഇതെല്ലാം സംഘാടകർ അവർ മനഃപൂർവ്വം വരുത്തിവെച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കിതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട്. ഈ ഹനാൻഷ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രഭാഷകൻ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. ഞാൻ ആ വീഡിയോ നിങ്ങളൊന്ന് കേൾപ്പിക്കാം. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുന്നത് ഒരു ബ്ലോഗറുണ്ട്, ഹനാൻഷ അങ്ങനെ തന്നെ ചങ്ങയുടെ പേര്, മലപ്പുറംകാരനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ വണ്ടിയുടെ കൂടെ ചങ്ങാതി ഒരു വീഡിയോ കാണിച്ചു. എന്താ കാണിച്ചത്? ആ ബ്ലോഗ് ചെയ്യുന്ന സഹോദരന്റെ വാപ്പായും ഉമ്മായും ഭയങ്കര ഉപദേശം കൊടുക്കുക. പള്ളി പോണേ, നിസ്കരിക്കണേ, കോമ്പ് പിടിക്കണേ, നന്മകൾ ചെയ്യണേ എന്നൊക്കെ ഭയങ്കര ഉപദേശം. എന്നിട്ട് മക്കള് രാത്രി പണിയെന്താ, ഗാനമേളയ്ക്ക് പോകാം, ഗാനമേളയിൽ പാട്ട് പാടാൻ പോവാ, അല്ലെങ്കിൽ സ്റ്റേജിൽ കേട്ട് പാട്ട് പാടുക, സിനിമാ പാട്ട് പാടുക, മക്കളെ എല്ലാം പണി. ഇതിന് കൂട്ടുനിന്ന് കൊടുക്കുകയാണ് വാപ്പന്മാർ. ഉപദേശവും കൊടുക്കുന്നുണ്ട്, ഹറാമ് ചെയ്യാൻ വേണ്ടി ആ ചങ്ങാതിയുടെ വാപ്പ കൂട്ടുനിന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ വാപ്പാമാരെ കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നിസ്കരിക്കാൻ പറയുന്നുണ്ട്, മറ്റുള്ളവരെ സഹായിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ രാത്രി മക്കൾ പാട്ട് പാടാൻ വേണ്ടി പോകുമ്പോ അതിന് കൂട്ടുനിന്ന് കൊടുക്കുന്ന വാപ്പയും ഉമ്മയാണ് വാപ്പമാരും ഉമ്മമാരെങ്കിൽ ആ ഒരു ഉപദേശം കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അല്ലാഹു കാത്തിരിക്കും മറവട്ടെ, ഈ മക്കൾക്ക് മറവട്ടെ. മക്കളെ ഉപദേശിച്ചാൽ മാത്രം പോരാ, അവരെ നന്മയിലൂടെ കൊണ്ടുപോകാൻ കഴിയണം. മക്കൾ കൊണ്ടുവരുന്ന പൈസ അത് ഹലാലാണോ ഹറാമാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധ്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ വാപ്പമാർക്ക്, നമുക്ക് എല്ലാവർക്കും എന്റെ പ്രിയപ്പെട്ടവരെ വേണം. അല്ലാഹു നീ കബൂലാക്കട്ടെ റഹ്മാനെ, റഹ്മാനെ. ഇതായിരുന്നു ആ ഉസ്താദ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിച്ച വിഷയം. മതം പഠിച്ച ഒരു മതപണ്ഡിതൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കർത്തവ്യമാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വയ്ക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഉസ്താദുമാർ എന്തെങ്കിലും ഒരു വിഷയത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ ആ ഉസ്താദുമാരെ സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവഹേളിക്കുന്ന ഒരു പ്രവണത നിരന്തരമായി കാണാറുണ്ട്. ആ ഉസ്താദുമാരെ വിമർശിക്കാനും കളിയാക്കാനും മുൻപന്തിയിൽ നിൽക്കുന്നത് മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെയാണെന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. നോക്കിയൊരു വിഷയത്തിൽ ഒരു ചങ്ങായി പ്രതികരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു. ഞാൻ ആ വീഡിയോ കൂടി ഒന്ന് കാണിക്കാം. കാരണം നമുക്ക് പല വിഷയത്തിൽ നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും പബ്ലിക്കിൽ ഒരു വ്യക്തിനെയോ ഒരു വ്യക്തിന്റെ മാതാപിതാക്കളെയോ അപമാനിക്കുന്നതിനോട് ദീനായാലും എന്തായാലും ഒരു താല്പര്യമില്ല. ഹനാൻഷ അവിടെ ഉണ്ട്, റിയാദിലുണ്ട്. അവൻ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ തൗബ ചെയ്ത് മടങ്ങട്ടെ. അവൻ കവറിൽ അവനല്ലേ. എന്തിനാണ് കണ്ടന്റിന്റെ പേരിൽ ദീനി പ്രഭാഷകൻ ഇത്തരത്തിലൊരു കുടുംബത്തിന്റെ മാതാപിതാക്കൾ പബ്ലിക്കിൽ വലിച്ചിട്ടിട്ട് ആക്ഷേപിക്കേണ്ട, അവഹേളിക്കേണ്ട കാര്യമില്ല. അവർക്ക് നിങ്ങളുടെ നന്മയാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വ്യക്തിപരമായി പേഴ്സണലി ഫോളോ ചെയ്ത് സംസാരിക്കാം. നന്നായിക്കോട്ടെ. എന്തായാലും ഹനാൻഷ റിയാദിലുണ്ട്, നല്ലൊരു കഴിവുള്ള കലാകാരനാണ്. എന്ത് ഉദ്ദേശം വെച്ചിട്ടാണ് മാതാപിതാക്കൾ അവരെ പറഞ്ഞിട്ടുള്ളത്, ആ ഉദ്ദേശം നിറവേറ്റട്ടെ. ഇനി ഒരുപാട് വേദികൾ കീഴടക്കട്ടെ. ലോകം അറിയപ്പെടുന്ന ഒരു മലപ്പുറം ജില്ലക്കാരായി മാറട്ടെ. സ്ഥല തെറ്റുകളെല്ലാം മനസ്സിലാക്കി പരസ്പരം നന്നായിക്കോട്ടെ. അതാ കൗമൻ ജാഹിലും എന്ന് പറഞ്ഞത്. ഈ ചങ്ങായതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഉസ്താദിനോട് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഹനാൻഷയെ വിളിച്ചുകൊണ്ട്, വ്യക്തിപരമായ സോഷ്യൽ മീഡിയയിലൂടെ പറയാതെ ഹനാൻഷയെ ഫോണിൽ വിളിച്ചുകൊണ്ട് സംസാരിച്ചാൽ പോരെ എന്നാണ്. ഈ ചങ്ങായും എന്താണ് ചെയ്യുന്നത്? ഇത് തന്നെയല്ലേ ചെയ്യുന്നത്? ഈ ചങ്ങായിക്ക് ആ ഉസ്താദിനോട് എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഫോൺ വിളിച്ച് പറയാമായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ ചെയ്ത് മുന്നോട്ട് വന്നത്? ഉസ്താദ് കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ഹനാൻഷയെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഈ ചങ്ങായി അത് തന്നെയല്ലേ ചെയ്യുന്നത്? ഒരു കണ്ടന്റിന് വേണ്ടി ആ ഉസ്താദ് എടുത്ത വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നു. നോക്കിയതിൽ സംഭവം മറ്റൊന്നുമല്ല. പണ്ട് കാലങ്ങളിലും ഉസ്താദുമാർ ഇതുപോലെ പ്രസംഗിച്ചിരുന്നു. മ്യൂസിക് ഹറാമാണെന്നും ഇത്തരം തെറ്റുകളെക്കുറിച്ച് പണ്ട് കാലങ്ങളിലും പ്രസംഗിച്ചിരുന്നു. അന്നൊക്കെ ഇത്തരം ആളുകളൊക്കെ വളരെയധികം ഗൗരവത്തോടുകൂടി ഭയപ്പാടോടുകൂടി കേട്ടിരുന്നു.
പക്ഷേ ഇന്ന് അത്തരം ആളുകൾക്ക് അത് കേട്ടിരിക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താണെന്നറിയണ്ടേ? കാലം മാറുന്നതനുസരിച്ച് ആളുകൾക്ക് കോലം മാറണം. മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് തനിക്കും അതുപോലെ ചെയ്യാൻ തോന്നുമ്പോൾ മതം പഠിപ്പിച്ച, ദീൻ പഠിപ്പിച്ച ആ നിയമങ്ങളെ അധികം മുഖവിലയ്ക്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. അത് പറയുന്ന ഉസ്താദുമാരെയും മതപണ്ഡിതരെയും കളിയാക്കി വിമർശിക്കുകയാണ് ചെയ്യുന്നത്. നോക്കൂ, ദീൻ പഠിച്ചവർ ആ ദീൻ പറയുക തന്നെ ചെയ്യും. അതവരുടെ കർത്തവ്യമാണ്. അത് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. തെറ്റിലേക്ക് നടന്നു പോകുന്ന ഒരു സമൂഹത്തെ നന്മ പറഞ്ഞു കൊടുത്തുകൊണ്ട്, അവർക്ക് സൽബുദ്ധി പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ നേരായ പാതയിലേക്ക് കൊണ്ടുവരേണ്ടത് മതം പഠിച്ച ഏതൊരു മതപണ്ഡിതൻ്റെയും ഉസ്താദുമാരുടെയും കടമയാണ്, കർത്തവ്യമാണ്. നോക്കൂ, ഞാൻ മതം മുഴുവനും പഠിച്ചവനാണെന്നോ എല്ലാം തികഞ്ഞവനാണെന്നോ ഞാൻ എവിടെയും പറയുന്നില്ല. എന്നാൽ അറിയാവുന്ന അറിവുകൾ ഞാൻ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാറുണ്ട്. നോക്കൂ, കഴിഞ്ഞ ദിവസം എനിക്കൊരു സഹോദരി ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജിലൂടെ ആ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ താങ്കളുടെ ഒരുപാട് വീഡിയോസുകൾ കാണാറുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമാണ് താങ്കളുടെ വീഡിയോസുകൾ. അതിലൊരു വീഡിയോ ആ സഹോദരിയെ വല്ലാതെ ആകർഷിച്ചു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി, പൊറുക്കാൻ കഴിയാത്ത നിരന്തരമായി ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി. താങ്കളുടെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് വല്ലാത്ത ഒരു കുറ്റബോധം തോന്നിയത്. എനിക്ക് തൗബ ചെയ്ത് മടങ്ങാൻ സാധിക്കുമെന്നടക്കമുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചു വെക്കുന്നുണ്ട്. ഇവിടെയാണ് ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ, ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവരുടെ പ്രസക്തി എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ അത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ കുട്ടിക്ക് അതിലൂടെ തെറ്റ് മനസ്സിലായി നന്മയിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത്. അതിന് നാളെ പടച്ചറബിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം കൂലി ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ തെറ്റിലേക്ക് പോകുന്ന സമൂഹത്തെ നന്മയും തിന്മയും പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ നേരിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഏതൊരു മതപണ്ഡിതൻ്റെയും മതം പഠിച്ചവൻ്റെയും കർത്തവ്യം, കടമയും എന്ന് പറയുന്നത്. ഇനി അതിന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവർ ആ കടമ നിർവഹിച്ചുകൊണ്ടേയിരിക്കും. അതിന് ഹാലിളകിയിട്ട് കാര്യമില്ല.